ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് നിരഞ്ജൻ. അവധിക്കാലമൊക്കെയല്ലേ, നമുക്കൊരു കുറച്ച് പൂക്കൾ ഉണ്ടാക്കാൻ പഠിച്ചാലോ? ഇതിനായി ഞാൻ ഉപയോഗിക്കുന്നത് വീട്ടിലെ പഴയ പ്ലാസ്റ്റിക് കവറുകൾ, കഴിഞ്ഞ വർഷം ബുക്കും പുസ്തകവും പൊതിയിട്ടതിന് ബാലൻസ് വന്ന ബ്രൗൺ പേപ്പർ, പിന്നെ എൻ്റെയും അനിയൻ്റെയും ബുക്കിൻ്റെ പൊതി വലിച്ച് ഇളക്കിയത്. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് കമ്പികളാണ്. ഇത് ദീപാവലിക്ക് ഞങ്ങൾ കത്തിച്ച കമ്പിത്തിരിയുടെ കമ്പികളാണ്. അഥവാ ഇത് കിട്ടിയില്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ ഫ്ലവർ വൈസ് ഉണ്ടാക്കുന്ന കമ്പികളുണ്ട്. ഇനി അഥവാ അത് കിട്ടിയില്ലെങ്കിൽ ആണിയൊക്കെ കിട്ടുന്ന കടകളിൽ കെട്ടുകമ്പി എന്ന് പറഞ്ഞ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാം. ആദ്യം പ്ലാസ്റ്റിക് എടുക്കണം. ആദ്യം നമുക്കതിൻ്റെ ചുവട് കട്ട് ചെയ്യാം. ചുവട് കട്ട് ചെയ്ത ശേഷം അതിൻ്റെ മുകൾ വശവും കട്ട് ചെയ്യാം. ഇനി നമുക്ക് കവർ മൊത്തത്തിലൊന്ന് നിവർത്താം. നിവർത്തിയതിനു ശേഷം അതിൻ്റെ ഒരു വശം നമുക്ക് കട്ട് ചെയ്യാം. ശേഷം നമുക്ക് വിരിച്ചതിന് ശേഷം നമ്മൾ കൈ എന്നിങ്ങനെ പിടിച്ചതിന് ശേഷം ഒരിത്തിരി അകത്തോട്ട് പിടിക്കും. അകത്തോട്ട് പിടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള അത്ര ആകുമ്പോഴത്തേക്കും നമ്മളൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒന്ന് പിടിക്കുക. പിടിച്ചതിന് ശേഷം വീണ്ടും അതേ കൂട്ട് വീണ്ടും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ അടുക്കിയാണ് ഇത് വെട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതേ കൂട്ടായിരിക്കും നമ്മുടെ കൈ കിട്ടുന്നത്. പിന്നെ ബാക്കി വന്ന പ്ലാസ്റ്റിക് കവർ നിങ്ങൾ കത്തിക്കുകയൊന്നും ചെയ്യരുത്. ഹരിതകർമ്മസേനയിലെ ആൻറ്റിമാർ വരുമ്പം അവർക്ക് നൽകാം. പിന്നെ നമുക്കിനി ചെയ്യാനുള്ളത് ഇതിൻ്റെ അറ്റത്തൊരു കെട്ടിടണം. അതിന് നമ്മളിതേപോലെ ഒന്ന് ഇറുക്കി പിടിച്ചിട്ട് ഒരു കെട്ടിടണം. അപ്പം നമ്മൾ പൂക്കളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കമ്പി ഇറക്കണം. തണ്ട് പോലെ കമ്പി നമുക്ക് ഇറക്കണം. അപ്പോൾ നമ്മൾ കമ്പി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പിയുടെ ഈ ഒരു അറ്റം ചെറുതായി നമുക്കൊന്ന് വളയ്ക്കാം. വെച്ച് നിർത്തം. അപ്പോൾ നമ്മൾ കമ്പി ഇങ്ങനെ വളച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഈ പൂവിലേക്ക് നമുക്കിത് കുത്തിയാക്കാം. നമ്മൾ ആദ്യം തന്നെ ഒരു പൂ എടുത്തിട്ടുണ്ട്. ഇതിനെ പറ്റുന്നത്രത്തോളം നമ്മൾ നടുക്ക് കുത്താൻ നോക്കുക. നടുക്കൊന്ന് കണ്ടുപിടിക്കട്ടെ. ഇതുവഴി നമ്മൾ കമ്പി വന്നിട്ടുണ്ട്. ഇതളുകളൊന്ന് അങ്ങോട്ട് മാറ്റി നമ്മൾ പറ്റുന്ന പോലെ ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ പൂവിൻ്റെ തണ്ടും റെഡി. അപ്പോൾ നമ്മൾ തണ്ടെല്ലാം ചുറ്റി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇല വെക്കാം. നമ്മളാദ്യം തന്നെ ഇതൊന്ന് മടക്കാം. അതിന് ശേഷം ഇലയുടെ പകുതി വെട്ടി പകുതി വെട്ടുക. അപ്പോൾ നമ്മൾ ഇലയൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് പൂവിൽ ഒട്ടിച്ച് വെക്കാം.
പൂ എടുത്തിട്ടുണ്ട്. അടുത്ത ഒരു ലെയർ നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ പൂവും തണ്ട് ഇലയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിനി ഒരു ഫ്ലവർ വേസ് വേണം. അപ്പോൾ നമുക്ക് അതുണ്ടാക്കാം. നമുക്കിനി ഇത് ഈ പൂക്കളെല്ലാം ഘടിപ്പിച്ച് വെക്കാനായിട്ട് ഫ്ലവർ വേസിൻ്റെ നിർമ്മാണം തുടങ്ങാം. അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു ജാമിൻ്റെ ടിൻ എടുത്തിട്ടുണ്ട്. അടുത്തതായി പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കാനായിട്ട് എടുക്കുമ്പോൾ ഒരു ഗ്ലാസ്സിൽ ഒരിത്തിരി വെള്ളം എടുക്കുന്നുണ്ട്. നമുക്കിനി പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കാം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് നന്നായിട്ടൊന്ന് കലക്കാം. നമുക്കിനി ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജാമിൻ്റെ ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ നമ്മൾ ഒഴിച്ച് ഇനി അടുത്തത് ഇതിലേക്ക് ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൂക്കളെല്ലാം കുത്തി വെക്കാം. നമ്മളിപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ഇത് വെച്ചിട്ടുണ്ട്. ഇത് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ പിടിച്ചേക്കുന്ന ഇതിൽ തന്നെ ഇരുന്നോളും.